ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീനെ കുറിച്ചുള്ള മേനി പറച്ചിലൊന്നും കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് എന്റെ മോളെ വേണം. കുറച്ചു കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വിളിക്കും. എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. യു ഗോട്ട് മീ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അന്ന് നിശ്ചയ ദിവസം അവരുടെ തറവാട്ടിൽ വെച്ച് അറിഞ്ഞ കാര്യം. എന്ത്? ഇവിടെ നല്ല ചിക്കൻ ബിരിയാണി കിട്ടിയമ്മേ. നമ്മുടെ നാട്ടിലെ മൊയ്തുക്കന്റെ കട മാതിരിയൊന്നും അല്ല. എന്തൊരു ടേസ്റ്റാന്നറിയോ? ദേ എന്റെ കൈ ഇപ്പോഴും മണക്കുന്നുണ്ട്. കഴിച്ചെങ്കിൽ മതി. ലുപ്തിച്ച് നീ എന്തെങ്കിലും വാങ്ങി കഴിക്കാണ്ടിരിക്കുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അതൊന്നും അമ്മ പേടിക്കണ്ട. ഞാൻ സമയം എന്തെങ്കിലും കഴിച്ചോളാം. അല്ല അമ്മ മരുന്നൊക്കെ കഴിച്ചോ? ആശുപത്രിയിലെ കാര്യം എന്തായി? കൊറേ കാര്യങ്ങൾ ചെയ്തു. ഇനിയിപ്പോ ഡോക്ടർ എത്തിയിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ കയറണം. ഉണ്ണിമായ അടുത്തില്ലാത്തോണ്ട് അമ്മ എടുത്തു വെച്ച ഭക്ഷണം കളയോ? നീ കഴിച്ചു എന്ന് കേട്ടപ്പോ സമാധാനമായി. ഇനി അമ്മ കഴിച്ചോളാം. മോള് ഫോൺ വെച്ചോ. ശരി. അല്ല ഇവിടെ എന്താ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കാട്ടുവഴിയിലൂടെ നടക്കണം. നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. നമ്മൾ തമ്മിലുള്ള കരാറില്ലേ, ഇന്ന് നടത്തോണ്ടെന്ന് കൂട്ടിക്കോ. അപ്പൊ എന്ത് ചെയ്യും? സൂക്ഷിച്ച് നടക്കണം കേട്ടോ. എടോ, തന്നെ കൊണ്ട് പറ്റില്ലെങ്കിലേ നമുക്ക് ഇവിടെ വെച്ച് മതിയാക്കാം. ആര് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ലെന്ന്? നവീനാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? ഞാനേ സിത്താര ശ്രീനിവാസന്റെ മകളാ. അസാധ്യമായി ഒന്നുമില്ലെന്ന് എന്നെ പഠിപ്പിച്ച അമ്മയുടെ മകൾ. അസാധ്യമായി ഒന്നുമില്ലെന്ന് പറഞ്ഞത് നെപ്പോളിയൻ ആണെന്നാ ഞാൻ കേട്ടത്. എന്നോട് എന്റെ അമ്മയാ പറഞ്ഞ. എന്റെ അമ്മയാണ് എനിക്ക് നെപ്പോളിയനും മുസോളിനിയും എല്ലാം. ആയിക്കോട്ടെ. ഇനിയും കുറെ ദൂരം ഉണ്ടോ? ദൂരം കുറെ ഉണ്ട്. പക്ഷേ നെപ്പോളിയൻ അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലല്ലോ. പ്രകൃതിയുടെ ശബ്ദങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലം, മനുഷ്യൻ പ്രകൃതിയെ കേൾക്കുന്ന ഒരു സ്ഥലം. അതാണ് ഈ റിസോർട്ടിന്റെ പിന്നിലുള്ള സങ്കല്പം. മനുഷ്യര് കാടന്മാരിൽ നിന്ന് നാടന്മാരാകാൻ ഒരുപാട് സമയമെടുത്തു. ഇതിപ്പോ തിരിച്ചങ്ങോട്ടുള്ള പോക്കല്ലേ. എന്നിട്ട് ഗംഭീര ഐഡിയ ആണെന്നുള്ള തോന്നലും. നടക്ക്. ഇനി എന്ത് ചെയ്യും? എങ്ങോട്ടാ പോവാ? അല്ല, ഗോപാലമാമനല്ലേ അത്? ഗോപാലമാമ, ഗോപാലമാമ! ചേട്ടാ, നിങ്ങൾ വിളിക്കുന്ന കേട്ടില്ലേ? നീയല്ലേ കേട്ട്? നീ മറുപടി പറഞ്ഞാൽ നിക്കവിടെ. മാമ അവിടെ നിന്നേ. ദുബായ് മാമ. ഗോപാലൻ വരുന്നുണ്ടോ അടുത്തെങ്ങാനും? ഗോപാലം വരുന്നുണ്ടോന്നോ? അതിനവനെ അറബി വിട്ടിട്ട് വേണ്ടേ? എന്റെ തങ്കം, ആ അറബി അതെ, അവരുടെ കുടുംബത്തുള്ളവരും അതെ. എന്ത് കാര്യത്തിനും ഗോപാലൻ തന്നെ വേണം. ഗോപാലൻ വിളിക്കുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ, അവനെ കാണാൻ കൊതിയുണ്ടെന്ന്. അയ്യോ, ഇനി തങ്കം കൂടെ പറയാനുള്ളൂ. അയ്യോ, നാട്ടിൽ എവിടെ ചെന്നാലും ആളുകൾക്ക് ഗോപാലനെ കാണണം എന്നുള്ള പറച്ചില. പക്ഷെ അറബി വിടില്ലല്ലോ. ഇതാണോ ഗോപാലമാമന്റെ ഗൾഫ്? എവിടെ ഗോപാലമാമന്റെ അറബി? ഞങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നല്ലേ? ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന റിസോർട്ടുകളുടെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ചില്ലുകൊണ്ടായിരിക്കും. അതിലിരുന്ന് കപ്പിൾസിന് പ്രകൃതിയിൽ മഞ്ഞ് പെയ്യുന്നതും മഴ പെയ്യുന്നതും എല്ലാം ആസ്വദിക്കാം. ഒരിക്കലും ഈ റിസോർട്ടിലേക്ക് കടന്നു വരുന്ന ഒരാളോട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രണയത്തിന്റെ ഏറ്റവും നല്ല മുഹൂർത്തം ഏതാണെന്ന് ചോദിച്ചാൽ അവര് നമ്മുടെ റിസോർട്ടിന്റെ പേര് പറയണം. ദാറ്റ്സ് മൈ ഐഡിയ. ബിസിനസ് ലോകത്ത് കിരീടം വെച്ച രാജാവിന് ഇങ്ങനെ റൊമാൻറ്റിക് ആയ ഒരു വശമുണ്ടോ?
ഈ ഒരു ബിസിനസിന്റെ പോളിസി എന്താണെന്ന് അറിയാം തനിക്ക്. നമ്മൾ കാമുകന്മാർക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മൾ അവരെ പോലെ പ്രണയത്തോടു കൂടി ചിന്തിക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കുടുംബത്തിന്റെ അകം തിരിച്ചറിയണം. ചുരുക്കി പറഞ്ഞ ഏത് വേഷം കെട്ടാനും നവീൻ ഗോപാൽ വർമ്മ തയ്യാറാണെന്ന്. നോ ഡൗട്ട്. നമ്മൾ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അവരുടെ മനസ്സായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. പിന്നെ ഇനി ഇവിടെ നിന്നാല് പെട്ടെന്ന് കോടമഞ്ഞ് വരും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവും. താഴേക്കുള്ള വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. സോ നമുക്കിറങ്ങിയാലോ? ഓക്കെ. ഈ സിറ്റിയിൽ ഒരാളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാലേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എവിടെ ചെന്ന് അന്വേഷിക്കാനാ? അമ്മയുടെ കാര്യം മാമ, എനിക്ക് എങ്ങനെയും സുന്ദരിയെ കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് ദൈവം എന്നെ സഹായിക്കും. തങ്കച്ചിയുടെ അസുഖത്തെ കുറിച്ച് പറഞ്ഞ് ഞാനും കേട്ടിരുന്നു. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. അതിനു വേണ്ടി ചേർന്ന കുറിയ അത് അവരെന്നെ പറ്റിച്ചത്. മോളെ, തിരിച്ച് നാട്ടിലെത്തുമ്പോ മാമന്റെ കാര്യം ആരോടും പറയരുത് കേട്ടോ. കിട്ടുന്നതിൽ നിന്ന് മിച്ചം വെച്ച് ഞാൻ ഇപ്പോഴും മാസാമാസം വീട്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ദുബായിലാണ്, നല്ല ജോലിയാണെന്നൊക്കെ അവർ കരുതിക്കോട്ടെ. വിസയ്ക്ക് കാശ് കൊടുത്തിട്ട് അയാൾ അന്വേഷിച്ച ഞാൻ ഈ സിറ്റിയിലേക്ക് വന്നത്. അവരൊക്കെ മുങ്ങിയാ പിന്നെ പൊങ്ങൂലല്ലോ. തിരിച്ചു പോകാനും മനസ്സ് വന്നില്ല. അങ്ങനെ തുടങ്ങിയതാ ലോട്ടറി കച്ചവടം. ഞാൻ ആരോടും പറയില്ല. മാമൻ അധ്വാനിച്ചല്ലേ ജീവിക്കുന്നേ. നേരെ ഒരുപാട് വൈകിയല്ലോ മോളെ. ഇനിയിപ്പോ മോൾ എവിടെയാ തങ്ങുക? എനിക്ക് അറിഞ്ഞൂടാ. റോഡരികിലിരുന്ന് നേരം വെളുപ്പിച്ചിട്ടായാലും എനിക്ക് അവരെ കണ്ടുപിടിച്ചേ പറ്റൂ മാമ. ഗാദി നവീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സിനി, എന്താ സംഭവിച്ചെന്നറിയില്ലല്ലോ. നവീന്റെ പേര് ആ മാണിക്കുഞ്ഞിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അയാളൊന്ന് വിളിച്ചു നോക്കണം. അയാളൊന്ന് വിളിച്ചേ. ഹലോ, ഞാൻ സിത്താരയാണ്. വേർ ഈസ് നവീൻ? അറിയില്ല മാഡം. അറിയില്ലെന്നോ? എന്റെ മോള് നവീന്റെ കൂടെ ഉള്ളത്. ഞാൻ അവരെ രണ്ടുപേരെ മാറി മാറി വിളിച്ചിട്ട് ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. ഞാനും കുറെ നേരം ട്രൈ ചെയ്തോണ്ടിരിക്കുക. മിസ്റ്റർ മാണിക്കുഞ്ഞ്, എനിക്ക് എന്റെ മോളുടെ കാര്യത്തിൽ ഇങ്ങനെ റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. നവീനും ഗാഥയും എവിടെയായാലും വിത്തിൻ 1 hour അവരെന്റെ മുന്നിലുണ്ടാവണം. മനസ്സിലായോ? ഞാൻ എന്ത് ചെയ്യാനാ മാഡം? നവീൻ സാറ് സാറിന് പോകാറുള്ള സ്ഥലത്തെല്ലാം ഞാൻ വിളിച്ചു നോക്കി. അവിടെ ഒന്നും ചെന്നിട്ടില്ല. അവൻ എന്നെ വിഡ്ഢിയാക്കിയതാണോ? 24 hours എന്റെ മോളുമായിട്ട് ചെലവഴിക്കണമെന്ന് പറഞ്ഞത് അവളെ എന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്താനാണോ? അങ്ങനെയൊന്നും ചിന്തിക്കില്ല മാഡം. നവീൻ സാർ അങ്ങനെയുള്ള ആളൊന്നുമല്ല. നവീനെ കുറിച്ചുള്ള മേനി പറച്ചിലൊന്നും കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് എന്റെ മോളെ വേണം. കുറച്ചു കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വിളിക്കും. എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. യു ഗോട്ട് മീ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അന്ന് നിശ്ചയ ദിവസം അവരുടെ തറവാട്ടിൽ വെച്ച് അറിഞ്ഞ കാര്യം. എന്ത്? കളരിക്കൽ തറവാടിന്റെ ശാപം അവസാനിച്ചിട്ടില്ല. ഈ തറവാട്ടിലേക്ക് വന്നു കയറുന്ന പെൺകുട്ടിക്ക് മരണം നിശ്ചയ. വിധിയുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം നടക്കാതിരിക്കട്ടെ.